വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് കർക്കിടകം 1 അപ്പം ഇന്ന് രാവിലെ എണീച്ചിട്ടുള്ള കുറച്ച് വിശേഷം, അതായത് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുൻപ് വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ദേ രാവിലെ എണീറ്റു ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ആദ്യം തന്നെ ചായ വെക്കും. അതിന് ശേഷം ദേ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാനുള്ള കലത്തിൽ നമ്മൾ അരി ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് മുട്ട എടുത്ത് നന്നായി കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് നമ്മൾ മുട്ടക്കറിയാണ് വയ്ക്കുന്നത്. അപ്പം ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ നോക്കിയപ്പം മുട്ട ഇരിക്കണുള്ളൂ കറി വയ്ക്കുക. അപ്പോൾ എന്തായാലും മുട്ടക്കറി ആവാമെന്ന് വിചാരിച്ചു. അപ്പം മുട്ട കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അത് പുഴുങ്ങാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം അരി കഴുകാനാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം കുതിർത്തി വെക്കും. കുതിർത്തി വെച്ചൊരു 4-5 വട്ടം കഴുകിയിട്ട് ഇടാൻ പറ്റുള്ളൂ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ചുവന്ന അരിയാണ് കേട്ടോ. അത് കുറച്ച് നേരം ഇങ്ങനെ കളറൊക്കെ ഇളകാൻ വേണ്ടി എനിക്ക് കിടക്കാം. അപ്പം അങ്ങനെയൊക്കെ ഇട്ട് ഒരു 3-4 വട്ടമൊക്കെ കഴുകിയിട്ടിട്ടാണ് നമ്മൾ അരി അടുപ്പത്ത് ഇടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കളർ ഇങ്ങനെ ഒരു ഇളകി വരുന്ന പോലെ ഒരു ഫീൽ വരും കേട്ടോ. അതിന് ശേഷം നമ്മുടെ ചായയൊക്കെ നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. 2-3 വട്ടം ഒന്ന് നല്ല രീതിയിൽ ആറ്റും, കാരണം എനിക്ക് ചായക്ക് നല്ല പത വേണം. അപ്പം നന്നായി ആറ്റി അവിടെ വെച്ചു. അപ്പോൾ എനിക്ക് കുടിക്കാനുള്ളത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കണം. അത് നമ്മൾ മോട്ടർ ഇടുമ്പോൾ അതിൽ നിന്ന് തന്നെയാണ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ആ കലമൊക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. ഞാനൊരു 5:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം മോട്ടർ ഓണാക്കി ആ കലവും പിന്നെ അതുപോലെ മേശാമ വയ്ക്കുന്ന ജഗ്ഗും കാര്യങ്ങളൊക്കെ നിറച്ച് വയ്ക്കുകയാണ്. എങ്ങാനും കറണ്ട് പോയി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് കറക്കിടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അല്ലാണ്ട് തന്നെ മഴ തന്നെയായിരുന്നു. ഇനിയിപ്പം പറയണ്ട, നല്ല മഴയായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ എണീക്കുമ്പോൾ തൊട്ടേ നല്ല മഴയുണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ മഴ പെയ്തത് ഒരു 8:45 ആ ഒരു റേഞ്ചിലാണ് പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തൃശ്ശൂർ നാനോട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് കാണാൻ വരാനൊക്കെ ശരിക്കും മഴ കുറച്ച് മാറി നിൽക്കുന്നത് വളരെ നല്ലതായിരുന്നു. പക്ഷേ കർക്കിടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ വേണം, അത് വേറൊരു കാര്യമാണ്. അപ്പോൾ മഴ അത്യാവശ്യത്തിനുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ആനോട്ടിൻ്റെ സമയത്ത് നല്ല മഴയായിരുന്നു തൃശ്ശൂർ. അപ്പം ആനോട്ട് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ തൃശ്ശൂർകാരായിട്ട് ഞാൻ ഇതുവരെ ആനോട്ട് കണ്ടിട്ടില്ല. ഞാൻ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ട്, വെടിക്കെട്ട് കണ്ടിട്ടുണ്ട്, അതേപോലെ നമ്മുടെ പുലിക്കളി അതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആനോട്ട് മാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഈ വട്ടം കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ മെയിൻ 2-3 നമ്മുടെ ശിങ്കിടികളുണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചപ്പോൾ അവരൊക്കെ ഓരോരോ തിരക്കിലായിരുന്നു. ഒരാൾക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഒരാൾക്ക് ഡ്യൂട്ടി 8 മണിക്കാണ്. പിന്നെ ഒരാൾ രാവിലെ തന്നെ അവർക്ക് എന്തോ ഗണപതി ഹോമം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ അമ്പലത്തിൽ. അപ്പം 3 പേരും ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് മടിയായിരുന്നു. പിന്നെ എനിക്ക് 9 മണിക്ക് ജോലിക്ക് കയറണമല്ലോ. അപ്പോൾ അതേ നമ്മുടെ മുട്ടയൊക്കെ പുഴുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചൂടാറാൻ വേണ്ടി വേറൊരു കോപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ദേ അമ്മ എണീച്ച് വന്നിട്ടുണ്ട്. അമ്മ ഞാൻ അടുക്കളയിൽ വരികയാണെങ്കിൽ പിന്നെ അമ്മ അങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമിലിരിക്കും കേട്ടോ. അല്ല ഞാൻ എണീക്കാൻ വൈകുകയാണെങ്കിൽ അമ്മ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ എണീച്ച കാരണം അമ്മ കുറച്ച് നേരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് എൻ്റെ പിന്നാലെ മോൻ എണീച്ച് വന്നു. അവനുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ യൂണിഫോം തയ്ക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഇടുന്നതിന് തൊട്ട് മുൻപാണ് യൂണിഫോം തയ്ക്കുള്ളൂ കേട്ടോ. അപ്പം നല്ല ചുളിവൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് അങ്ങനെ ഇട്ടിട്ട് പോവാം. എനിക്ക് എന്തോ അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെ തേച്ചങ്ങനെ ഹാങ്കർ മിഡിൽ ഇടുന്നതിന് തൊട്ട് മുൻപ് ഞാനങ്ങനെ തേച്ചിട്ട് അങ്ങനെ ഇടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേഗം യൂണിഫോമും കാര്യങ്ങളൊക്കെ തേച്ചു. ഇതേ ഇവിടെ അപ്പനും മോനും കൂടെ ടി വിയും കണ്ട് കിടക്കാണ് കേട്ടോ. അവൻ്റെ നിന്ന് ചായയും കുടിച്ച് നേരെ വന്ന് അപ്പം കിടക്കണം കണ്ട. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അപ്പുറത്ത് പോയി അവിടെ കിടന്നു. അപ്പോൾ അവർ രണ്ടാളും അവിടെ കിടക്കട്ടെ. അപ്പം ഞാൻ വേഗം പോയി തലയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വേഗം തലമേലൊക്കെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ വേഗം പുറത്ത് പോയി തലയിൽ വെളിച്ചെണ്ണയൊക്കെ തൊട്ട് പുരട്ടി. ഞാൻ ഓവറായിട്ട് എണ്ണ ഇടാറില്ല. പണ്ടൊക്കെ നന്നായിട്ട് കുളിച്ചിരുന്നു. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ അധികം എണ്ണ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ കൂടുതലും വൈകിട്ടാണ് തല കുളിക്കാറ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ നമ്മളിങ്ങനെ പുട്ടപ്പ് ചെയ്തിട്ടാണല്ലോ കെട്ടിപ്പോവുക. അപ്പോൾ എങ്ങനെ പോയാലും നമ്മുടെ മുടി ഉണങ്ങില്ല. അപ്പോഴാണ് നമ്മുടെ മുടിക്ക് കൂടുതൽ ഡാമേജ് വരിക, നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് എന്തായാലും കർക്കിടകം ഒന്നും കൂടിയല്ലേ, അപ്പോൾ രാവിലെ തന്നെ തലയും കൂടെ കുളിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ വെയിൽ മാത്രം കഴുകിയിട്ടാണ് കേട്ടോ പോവുക. വന്നതിന് ശേഷമാണ് ഞാൻ തല കുളിക്കുക. അതിന് ശേഷം നമുക്ക് മുട്ടക്കറിയിലേക്ക് ഒരു നാളികേരം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒരു നാളികേരം പൊതിക്കാൻ വേണ്ടി നിന്ന് കേട്ടോ. അപ്പം മഴ ഏകദേശം ഇങ്ങനെ കാരുകൂടി വരുന്നുണ്ട്. എന്തായാലും മഴ പെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പന്നെയായിരുന്നു എനിക്ക്. ഞാൻ ജോലിക്ക് വരുമ്പോഴാണ് കേട്ടോ എനിക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പകുതി ദൂരത്തിൽ റെയിൻകോട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങനെ പോരേണ്ട വന്നു. പിന്നെ അതേ നമ്മുടെ നാളികേരം പൊട്ടിച്ചു. ഞാൻ വെട്ടോത്തി കൊണ്ട് വെട്ടുന്നതിനേലും ഏറ്റവും പെർഫെക്ഷൻ എനിക്ക് ഇതേപോലെ കല്ലുമ്മ തട്ടി പൊട്ടിക്കുമ്പോഴാണ് കേട്ടോ. ഇതെൻ്റെ അമ്മേരെ നിന്ന് കിട്ടിയൊരു ശീലമാണ്. കല്ലുമ്മ തട്ടിയിട്ടാണ്
ഞാൻ നാളികേരം പൊട്ടിക്ക് കറക്റ്റ് വട്ടത്തിൽ പൊട്ടു കേട്ടോ, കറക്റ്റ് ഷേപ്പിൽ പൊട്ടി കിട്ടും. പിന്നെ ആ നാളികേര വെള്ളമൊക്കെ കുടിച്ച് നേരെ വന്ന് നാളികേരമൊക്കെ ചിരകി നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് വേഗം നമ്മൾ നാളികേരം അരച്ച് ചേർക്കുകയാണ്. ഞാൻ മീൻകറി വെക്കുന്നവരെ പോലെ തന്നെയാണ് ഇന്ന് ഞാൻ മുട്ടക്കറി വെക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കൂടുതലും മുട്ടക്കറി വെക്കുക നമ്മൾ സബോളയും തക്കാളിയൊക്കെ കൂടി വഴറ്റും, എന്നിട്ട് അതിലേക്ക് 2 വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടി വേപ്പിൻ്റെ ഇലയ്ക്ക് ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വഴന്ന് വരുമ്പോൾ അത് ചൂടാറുമ്പോൾ മിക്സിയിൽ അടിച്ചിട്ടാണ് ഞാൻ ഗ്രേവി ആയിട്ട് വെക്കാറ് കേട്ടോ. അങ്ങനെയും വെക്കും ഇങ്ങനെയും വെക്കും, 2 ടൈപ്പിൽ വെക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ നൂലപ്പത്തിനോ അല്ലെങ്കിൽ വെള്ളയപ്പത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ സബോളയൊക്കെ വഴറ്റി മസാലപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെയും മുട്ടക്കറി വെക്കൂട്ടെ. 2-3 തരത്തിലൂടെ മുട്ടക്കറി മാറി 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 വെക്കാറുണ്ട്. അങ്ങനെ ഇന്ന പോലെയെന്നല്ല, നമുക്ക് അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറി മാറി അങ്ങനെ കറി വെക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ സബോളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഞാൻ കറിക്കുള്ള പരിപാടികൾ ചെയ്യുകയാണ്. അപ്പോൾ മക്കളിൽ ഒരാൾ ഏറ്റിട്ടില്ല, ഒരാൾ മാത്രമേ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അടുക്കളയിലാണെങ്കിലും ഞാനിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവർ കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ ഇരുന്ന പടം അവിടെ തന്നെ ഇരിക്കും. ചിലപ്പോൾ വല്ല പടം വരച്ച് അങ്ങനെ ഇരിക്കും, ചിലപ്പോൾ ടി വിയിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതങ്ങനെ അവർ കണ്ടിരിക്കും. ചില ദിവസം ഭയങ്കര ഉഷാറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊന്നും പറയണ്ട. കുഞ്ഞനാണെങ്കിലും അതേ നേരത്തെ എണീക്കും. ചിലപ്പോൾ ഞാൻ എണീറ്റ് വരുന്നതിൻ്റെ തൊട്ട് പിന്നാലെ കുഞ്ഞനെ ഏറ്റു വരും. എൻ്റെ പിന്നാലെ തന്നെ ആൾ വേഗം പോയി ബ്രഷ് ചെയ്യും. അതുപോലെ തന്നെ ആളുടെ ബുക്കും കാര്യങ്ങളൊക്കെ ഒതുക്കി വയ്ക്കും. ആളുടെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ആൾ ചെയ്യും. എന്നിട്ട് പറയും, അമ്മ വേഗം ചൂടുവെള്ളം എടുത്ത് ബാത്റൂമിൽ ഒഴിച്ചോ, ഞാൻ കുളിക്കട്ടെ എന്ന് പറയും. അതുപോലെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആൾ തന്നെ ചെയ്യും കേട്ടോ, ആൾക്ക് തോന്നുമ്പോൾ. അല്ല സപ്പോസ് അങ്ങനെ എണീറ്റ സമയം ആളുടെ ശരിയല്ലെങ്കിൽ, രാവിലെ എണീറ്റ ആ ഒരു ഇത് ശരിയല്ലെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ദിവസം പോക്കാണ്. ഓരോരോ കാരണങ്ങൾക്ക് ആൾ തന്നെ കാരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ കൂട്ടാനൊക്കെ ഞാൻ വെച്ചിട്ട് ഞാൻ നേരെ പോയി കുളിക്കാൻ പോയി. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ മീൻ കൂട്ടാൻ കാച്ചാനുള്ളത് മുട്ടക്കൂട്ടം കാച്ചാനുള്ള പണികൾ ചെയ്തു തുടങ്ങാണ് കേട്ടോ. സംസാരിച്ച് മുട്ട മീനായി പോയി, സോറി ഗൈസ്. അപ്പം നമ്മുടെ മുട്ടക്കൂട്ടാൻ കാച്ചാനുള്ള പരിപാടികൾ അമ്മ അവിടെ ചെയ്യുന്നുണ്ട്. മുട്ടക്കൂട്ടാൻ ആയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം അത് തിളച്ച് പറ്റിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം കട്ടിയിൽ ചാറൊക്കെ ഇത്തിരി കുറുകുറാക്കി ആയിട്ടുണ്ട്. അപ്പം അത് ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അമ്മ അതേ അപ്പം അതിലേക്കുള്ള ഉള്ളി തളിക്കുകയാണ്. അപ്പം ഞാൻ മുട്ട തൊണ്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പം ചെറിയ ആളും കൂടെ ഒപ്പം വന്നിട്ട് സഹായിക്കുന്നുണ്ട്. ആളും എൻ്റെ കൂടെ നിന്ന് വേഗം മുട്ടയ്ക്ക് തൊണ്ട് വിളിച്ച്, ആൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ആളൊക്കെ അത് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ വേഗം മുട്ടക്കറി വെക്കാനുള്ള പരിപാടികൾ നോക്കുകയാണ്. പിന്നെ അമ്മ ഇന്ന് പള്ളിയിലേക്ക് പോവുകയാണ്. ഞാനും മക്കളെല്ലാവരും കൂടെ പോയി കഴിഞ്ഞ് ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങുകയാണ്. ഞാൻ പോയി എൻ്റെ പിന്നാലെ മക്കൾ പോവും. ആ മക്കൾ പോയി കഴിഞ്ഞാൽ അമ്മ അടുത്ത ബസ്സിന് അമ്മ പള്ളിയിലേക്ക് പോവും. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ, ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ഒരുമിച്ച് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു. അപ്പം അമ്മേരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ പിള്ളേർക്കുള്ള ചൂടുവെള്ളം ഈ മുട്ട കൂട്ടാൻ കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഗ്യാസുമ്പോൾ തന്നെ 2 പേർക്കുള്ള ചൂടുവെള്ളം വെക്കും. കാരണം അത്യാവശ്യം നല്ല അന്തരീക്ഷം ഒരു തണുപ്പാണല്ലോ. അപ്പോൾ രാവിലെ നേരെ ഒരു സ്കൂളിൽ പോകുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടാണ് കേട്ടോ പോവുക 2 പേരും. വൈകുന്നേരം വരുമ്പോൾ 2 പേരും പച്ചവെള്ളത്തിലാണ് മേല് കഴുകുക. അപ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മക്കൾക്കുള്ള ചൂടുവെള്ളമാണ് അവിടെ പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ പകുതിയായിട്ട് 2 പേർക്ക് ഒഴിച്ചു കൊടുക്കൂട്ടെ, 2 ബാത്റൂമിലായിട്ട്. അപ്പോൾ അവർ 2 പേരും അപ്പുറം ബാത്റൂമുകളിൽ പോയി കുളിച്ചോളും. പിന്നെ അവർ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഓൾറെഡി കട്ടിലും എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുണികൾ കഴുകാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്നുള്ള തുണികൾ വേഗം കഴുകി കഴിഞ്ഞാൽ പണി എളുപ്പമാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് തുണികൾ കഴുകാൻ പറ്റാണ്ടിരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ഇരട്ടി തുണികൾ കഴുകാനുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് കുക്കറിൽ ചോറും കാര്യങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ വേഗം അതെടുത്തിട്ട് ഊറ്റി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് നന്നായി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതങ്ങനെ ഊറ്റി വയ്ക്കുകയാണ്. നമ്മുടെ മുട്ടക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തുണികൾ ഞാൻ ഡ്രയറിൽ എടുത്തിടുകയാണ്. നന്നായിട്ട് 2-3 വട്ടം നന്നായി ഉരുപിഴിയും. അതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് തുണികൾ എടുത്തിട്ട് ഇതിലേക്ക് ഡ്രയറിലേക്ക് ഇടുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് അല്ല ചെയ്യുക. നന്നായി തുണികൾ ആദ്യം കഴുകും, എന്നിട്ടൊരു 3-4 വട്ടം ഇങ്ങനെ വെള്ളം ഞാൻ കളയും കേട്ടോ. എന്നിട്ട് നല്ല ക്ലിയർ വെള്ളം അതിന് ശേഷം അതിൽ നിന്ന് പിഴിഞ്ഞ് നേരെ ഡ്രയറിലേക്ക് ഇടുക ചെയ്യുക. ഇതെൻ്റെ യൂണിഫോം അത് സെപ്പറേറ്റ് കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ തുണികളും കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് സെപ്പറേറ്റ് കഴുകുക. ഇനിയിപ്പോൾ എന്തെങ്കിലും തുണിയിൽ നിന്ന് അത് എന്തെങ്കിലും കളറോ കാര്യങ്ങളോ ഇളകി കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അപ്പം അതുകൊണ്ട് അത് സെപ്പറേറ്റ് കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ചെറിയ ആളുടെ നഖം വെട്ടാനുണ്ടായിരുന്നു. ഞാൻ 2-3-4 ദിവസം ശ്രദ്ധിച്ചില്ലെങ്കിണ്ടല്ലോ എന്ത് പെട്ടെന്ന് മുടി നഖം വളരുന്നതെന്ന് അറിയോ. ഇതിപ്പം 3-4 ദിവസം മുൻപ് വെട്ടിയാലും അതേപോലെ അങ്ങോട്ട് നഖം വളരും. അതുപോലെ തന്നെ ഇവരുടെ മുടിയും ഒരാഴ്ചയിൽ കൊണ്ടുപോയി മുടി വെട്ടിക്കുന്നത് അതുപോലെ മുടി ഇങ്ങനെ കൃതാവിൻ്റെ അവിടേക്ക് ഇറങ്ങി വരും. അപ്പോൾ വേഗം അവനെ പിടിച്ച് നിർത്തി വേഗം അവൻ്റെ 2 കയ്യിലത്തെ നഖങ്ങൾ വേഗം വെട്ടുകയാണ് കേട്ടോ. ഞാൻ പെട്ടെന്നാണ് കണ്ടത്. കയ്യോടുകൂടി പിടിച്ചില്ലെങ്കിണ്ടല്ലോ
പിന്നെ കിട്ടില്ല. അപ്പോൾ വേഗം അതൊക്കെ 2 കൈമത്തി വേഗം വെട്ടി അതൊക്കെ എടുത്ത് വേഗം കൊണ്ടുപോയിട്ട് അത് അടുപ്പിലിട്ടു കേട്ടോ. നമ്മളങ്ങനെ കളയാൻ പാടില്ലല്ലോ നഖം. അപ്പോൾ അതങ്ങനെ അടുപ്പിലവിടെ കൊണ്ടുവന്നിട്ടു. അതിന് ശേഷം വേഗം എൻ്റെ ഡ്രയറിലിട്ട തുണികളൊക്കെ ഉണ്ടായിരുന്നു, വേഗം അതെടുത്തിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്നിടാണ്. അപ്പോൾ അവിടെ കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അഴിക്കാൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടു. പിന്നെ അത് കൊണ്ടുപോയി മടക്കി വെക്കാനുള്ള നേരമില്ല, പിന്നെ അത് അങ്ങനെ റൂമിൽ അവിടെ കൊണ്ടിടേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതവിടെ കിടന്നോട്ടെ, ഉച്ചരിഞ്ഞ് ഈ തുണികൾ എടുക്കണതിൻ്റെ ഒപ്പം തന്നെ എല്ലാം കൂടി എടുത്ത് ഒരുമിച്ച് വൈകുന്നേരം മടക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേഗം ഞാൻ തുണികളൊക്കെ വേഗം അവിടെ തോരയിട്ടു. പിന്നെ നമുക്കുണ്ടല്ലോ കുറച്ച് നേരത്തെ നമ്മൾ എണീക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സമയം ഉണ്ടാകും. നമ്മൾ വളരെ വൈകി എണീക്കുമ്പോഴാണ് നമുക്കൊരു ദിവസം പെട്ടെന്ന് തീരുന്നു, ഒന്നും ചെയ്യാൻ സമയമില്ല എന്ന് പറയണം കേട്ടോ. എനിക്കത് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതേപോലെ തലേദിവസം നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ച് പ്ലാനിങ്ങുകളുണ്ട്. ഇപ്പം നാളെ നമുക്ക് നേരം വെളുത്ത ഇന്നതാണ് നമ്മൾ കറി വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത് ഉണ്ടാക്കണം എന്നൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമുക്ക് നേരം വെളുക്കുമ്പോൾ നമ്മുടെ പണികളൊക്കെ സിമ്പിളായിരിക്കും കേട്ടോ. അല്ല നമ്മൾ എണീറ്റിട്ടാണ് എല്ലാം ആലോചിച്ചെടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എണീക്കുമ്പോൾ ഒരുപാട് വൈകിട്ട് എണീക്കണമെങ്കിൽ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഞാനൊരു ജോലിക്ക് പോകുന്നൊരു അമ്മയായതുകൊണ്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ജോലി സ്ഥലത്തേക്ക് പോകണം. പിന്നെ നമ്മൾ അവിടെ എൻഗേജ്ഡ് ആണ്. പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മൾ തിരിച്ച് ആ റൊട്ടീനിലേക്ക് തന്നെ തിരിച്ചും വരികയാണ്. അപ്പം അത്രയും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. എന്നാലും നമുക്കൊരു ദിവസത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമുക്ക് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കണമല്ലോ. അതാണല്ലോ ലൈഫ്. അല്ലാണ്ട് നമ്മൾ ഫുള്ളൊരു ദിവസം കുറേ കിടന്ന് ഓടിയിട്ട് എന്താ കാര്യം? നമുക്കൊരു കാര്യമില്ല. അപ്പം നമുക്ക് വേണ്ടിയുള്ള സമയവും നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടെത്തണം. അപ്പോൾ വേഗം ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറും കാര്യങ്ങളൊക്കെ വേഗം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ ചൂടാറാൻ വേണ്ടി എൻ്റെ ചോറ് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗമാക്കി ഞാൻ വേഗം മുട്ടക്കറിയും കാര്യങ്ങളൊക്കെ ആക്കി വേഗം ഞാൻ എൻ്റെ ബാഗിലേക്ക് അത് മാറ്റി. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുക്കാൻ മറക്കും. ഒരു വട്ടത്തെ പോലെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എടുക്കാൻ മറന്നിട്ട്. അപ്പോൾ വേഗം അത് ഞാൻ ബാഗിലേക്ക് ആക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിനി കഞ്ഞി കുടിക്കണം. അപ്പോൾ ചേട്ടനുള്ള കഞ്ഞി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അതിരുന്ന് കുടിക്കുകയാണ്, ചേട്ടനും പുറത്തേക്ക് പോകണം. അപ്പോൾ വേഗം ചെറിയ ആളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ആൾ വന്ന് ഇനി അവനെ ഒന്ന് ഡ്രസ്സ് മാറ്റി കൊടുക്കണം കേട്ടോ. എന്നെ കാണുമ്പോൾ ചില സമയത്ത് ഒരു കള്ള സ്വഭാവം ഉണ്ട് കേട്ടോ. അത് മൂത്ത ആളും പറയും. രാവിലെ ഇട്ട് ഞാൻ ചായ ചോദിക്കും. കള്ളന്മാരാണ് 2 പേരും. അമ്മേനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇട്ട് ചായ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും വന്നെടുത്ത് കുടിക്കരുത്, അല്ലെങ്കിൽ ഏറ്റവും വാടാ അമ്മയ്ക്ക് നേരിലിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പറയാന്നറിയോ, അമ്മേരെ കയ്യിൽ നിന്ന് ചായ കുടിക്കാൻ ഭയങ്കര രുചിയാണ്. അതേപോലെ കിടക്കുന്ന പായേന്ന് വിളിച്ച് എണീപ്പിക്കാൻ വേണ്ടി എന്നെ അങ്ങോട്ട് വിളിക്കും. അപ്പം ഞാൻ പറയും ഒന്ന് ഏറ്റവും വാടാ മോനെ, ഇത് മേശയമ്മ ചായ എന്ന് പറഞ്ഞ് എന്നിട്ട് പറയാന്നറിയോ, അമ്മേരെ കൈമ പിടിച്ച് എണീക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര നല്ല ദിവസമാണെന്ന് പറയും. അങ്ങനെയുണ്ടല്ലോ, എന്നെ സോപ്പിട എൻ്റെ മക്കളെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ 2 പേരും. അതിൽ വീഴാൻ ഞാനും. പിന്നെ ഞാനായിരിക്കും പാവം എൻ്റെ പിള്ളേർ, എൻ്റെ മക്കൾ എന്നൊക്കെ പറയും. പിന്നെ ഞാൻ ഈ കുറച്ച് നേരമല്ലേ അവരെ കൂടി ഉള്ളൂ. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ സ്കൂളിൽ പോവുകയാണ്. അപ്പം ഞാനും അവരും ബിസി തന്നെയാണ്. അപ്പോൾ വേഗം ഞാൻ കഞ്ഞി ചൂടാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ ആ കഞ്ഞി കുടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ നല്ലൊരു പടം വരച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ റൊണാൾഡോ കേട്ടോ. അപ്പോൾ ആ പടം ഇങ്ങനെ ചേട്ടന് കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നലെ എൻ്റെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ വരച്ചതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അതിന് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവനിരുന്ന് കളിയാക്കായിരുന്നു ഓരോന്നും പറഞ്ഞിട്ട്. പക്ഷേ സംഭവം നല്ല അടിപൊളി ഉണ്ടായിരുന്നു. ലാസ്റ്റ് ചേട്ടൻ പറഞ്ഞാൽ സൂപ്പറായിരുന്നു പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ അവന് പടം വരയ്ക്കാൻ കുറച്ച് ഇഷ്ടം കൂടിയുള്ള ആളാണ്. പടക്കം ഇങ്ങനെ നമ്മൾ ഫോണിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആളിങ്ങനെ പടം വരയ്ക്കും. അപ്പോൾ ഇവിടെ പടം വര ക്ലാസ്സിന് അവൻ പോയിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോകണില്ല, ഒരു കള്ളമടി വന്നിട്ട്. അപ്പോൾ ഇനി വീണ്ടും വിട്ടു തുടങ്ങണം. നന്നായി പടം വരയ്ക്കുന്നുണ്ട് ആൾ. അപ്പോൾ അങ്ങനെ വേഗം യൂണിഫോമും കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഏകദേശം എൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകാൻ നോക്കുകയാണേ. അങ്ങനെ ഞാൻ നേരെ ജോലി സ്ഥലത്ത് വന്നു. അപ്പോൾ നമ്മുടെ ID കാർഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ താഴേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.